ഗുഡ് മോർണിംഗ് ഓൾ. സോ നമ്മളിന്നൊരു സന്തോഷ വാർത്ത പങ്കുവെക്കാനായിട്ടാണ് വന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ 4 സബ്സ്ക്രൈബേഴ്സ്, അതായത് നമ്മുടെ പുതിയ 4 പേരുടെ ഫേസ് 1 എടുത്തിട്ടുണ്ടായിരുന്നു. ആ 4 പേരുടെ ഫേസ് 1 സക്സസ്ഫുള്ളി ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് അവർക്ക് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് കയറി. ഇന്നലെ നൈറ്റ് 12 മണിയോടുകൂടി അവർക്ക് സെക്കൻഡ് ഫേസിൻ്റെ അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ അക്കൗണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടാണ് ഇതെല്ലാം. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ അത്ര പ്രധാനം കൊടുക്കുന്നതും നമ്മുടെ അക്കൗണ്ട് സർവീസ് എടുക്കുന്നവർക്കൊക്കെ നമ്മൾ അത്രയധികം കാര്യങ്ങൾ നിന്ന് ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാണ്. കാരണം നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടാണെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടുകളെല്ലാം നമ്മൾ അപ്പ് ചെയ്തെടുക്കും. നമ്മൾ അതിനു വേണ്ടി നിൽക്കും. അവർക്ക് ട്രേഡ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ നമ്മളെടുക്കുന്ന അതേ ട്രേഡുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യണം കാര്യങ്ങൾ. അപ്പം അക്കൗണ്ട് സർവീസ് വേണമെന്നുള്ള ആൾക്കാരെല്ലാവരും, ഇപ്പം നിങ്ങൾക്ക് അക്കൗണ്ട് സർവീസ് വേണം, കാര്യങ്ങൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മെയിലുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങൾ വെച്ചിട്ട് അയക്കാൻ ഒരിക്കലും മറക്കരുത്. കാരണം മിക്കവരും മെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ നമ്പറുകൾ ഇടാറില്ല. അപ്പം നമ്മളിത് പുതിയ വീഡിയോ ആണ്. നമ്മൾ ഈ അടുത്ത് റീസെൻ്റ്ലി എടുത്തിട്ടുള്ള 4 പേരാണ് ഇവർ. ഈ 4 പേരുടെയും സെക്കൻഡ് ഫേസിലേക്ക് സ്റ്റേജിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വന്ന വീക്ക് കൊണ്ട് അവരുടെ അക്കൗണ്ടുകളും നമ്മൾ ലൈവാക്കി വിടാനായിട്ടാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ പ്രീവിയസ് ആയിട്ട് നിൽക്കുന്നവരുടെ അക്കൗണ്ടുകളും നമ്മൾ അപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്. സോ നമുക്കപ്പോൾ അക്കൗണ്ട്സുകളൊക്കെ ഒന്ന് കാണാം അല്ലേ. നമുക്കിന്ന് സെക്കൻഡ് ഫേസിലേക്ക് കയറിയേക്കുന്ന അക്കൗണ്ടുകൾ കാണാം. അതിലൊരാൾ മാത്രം ഫേസ് 1 പ്രോഫിറ്റബിൾ ഡേ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ, ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യാനും കൂടി ഉണ്ട്, മൂന്നാമത്തെ. അപ്പം അത് ഇന്നേ കംപ്ലീറ്റ് ആവുള്ളൂ പുള്ളിയുടെ. അപ്പം നമുക്ക് ബാക്കി അക്കൗണ്ട്സുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പം നമുക്ക് അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയണതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇട്ട് പോവാം. അപ്പം നിങ്ങൾക്ക് അക്കൗണ്ട് സർവീസ് കാര്യങ്ങൾ വേണം, നിങ്ങൾക്ക് നമ്മളെ നല്ല രീതിയിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ നിങ്ങൾക്ക് നിൽക്കാം. നമ്മൾ ഗ്രോ ചെയ്യുന്നതോടൊപ്പം കാരണം നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് ആദ്യത്തെ ഒരു കസ്റ്റമർ ആയിരുന്നു. നമ്മൾ ആ ഒരു കസ്റ്റമറിൻ്റെ അക്കൗണ്ട് വെച്ചുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് 20 കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് എത്തിയ 20 കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം കൊഴിഞ്ഞു പോണവർ കൊഴിഞ്ഞു പോകും, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവർ നമ്മളിവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. കാരണം മാർക്കറ്റ് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിലല്ല മാർക്കറ്റ് വരുന്നത്. കാരണം ഡിപ്പെൻഡ് ആണല്ലേ മാർക്കറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും ട്രേഡ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ പറ്റും. പല രീതിയിൽ പോകുന്ന മാർക്കറ്റ് ആയിരിക്കും. അപ്പം ഇന്ന് എൻ്റെ അക്കൗണ്ട് പാസ്സാവണം എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരാളും നമ്മളോട് ബന്ധപ്പെടരുത്. കാരണം ഇതൊരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, ഒരു ടൈം പീരീഡ് ആണ്. അതിന് വേണ്ട രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾക്കൊരു അക്കൗണ്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആദ്യം തന്നെ നിങ്ങളുടെ പേരിൽ നമ്മുടെ ഡയറിയിൽ നമ്മളൊരു ലെഡ്ജർ എഴുതി വെക്കും. കാരണം ഓരോ ദിവസം ഓരോരുത്തരുടെ അക്കൗണ്ടിൽ വന്നേക്കുന്ന ലോസ് എത്രയാണ്, പ്രോഫിറ്റ് എത്രയാണ്, എന്തുകൊണ്ടാണ് ആ ട്രേഡ് എടുക്കേണ്ടതെന്ന റീസൺ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ എഴുതി പോകും. അതനുസരിച്ചിട്ട് നമ്മൾ കുറേ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പം ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തു. ഇപ്പം തന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് മെയിൽ ഇട്ടോ. നമ്മളപ്പോൾ നമ്മുടെ അടുത്ത സർവീസുകളുടെ ഒപ്പം നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നതായിരിക്കും.